പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് തരുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15-ാമത്തെ തിരുവചനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും തരികയും ചെയ്യും. ഉണ്ടോ? എന്നേക്കും എന്ന് വെച്ചാൽ മരണം വരെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ശരിക്കും പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നമ്മളിലേക്ക് ഒഴുകപ്പെടുന്നത്. തിരിച്ചറിയണം. ഇന്ന് അനേകർ വന്നിട്ട് എന്നോട് പറയാറുണ്ട്, ബ്രദറെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെ പ്രാർത്ഥനയിൽ വിരസതയാണ്. അതുപോലെ തന്നെ മറ്റൊരു സത്യം എന്ന് പറയുന്നത് സ്നേഹിക്കാൻ പറ്റുന്നില്ല. വേറൊരു സത്യം എന്ന് പറയുന്നത് ദൈവത്തെ രുചിച്ചറിയാൻ, ദൈവസ്നേഹത്തിൽ നിറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്കൊരു ദാഹം വേണം, ആഗ്രഹം വേണം. പറയാം മറ്റൊരു സഹായകൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കും. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 14:26 എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കേട്ടോ, ഇവിടെ എല്ലാം ഓർക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞാൽ മാത്രം പോരാ. ചുവന്നിലുള്ള ജെറുസലേം വിട്ട് നിങ്ങൾ പോകരുത്. കാരണം എന്താ, പരിശുദ്ധാത്മാവ് വന്ന് നിറയണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകണം. അതിനാണ് പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ പറഞ്ഞത്. നിറഞ്ഞാൽ മാത്രം പോരാ, നയിക്കപ്പെടണം, ആത്മാവിനാൽ നയിക്കപ്പെടണം. പ്രിയപ്പെട്ടവർ, ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതമാകണം നമ്മൾ. അതാണ് ശരിക്കും കരിസ്മാറ്റിക് ജീവിതശൈലി എന്ന് പറയുന്നത്. അതാ ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകണം. ഇന്നൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ ആ ഇടപെടൽ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഈ ധ്യാനത്തിലൂടെ നമ്മൾ ഈ ഒരു മണിക്കൂറിലൂടെ നമ്മൾ കേൾക്കുന്ന അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവാഭിഷേകം. അപ്പം പ്രാർത്ഥിക്കണമെങ്കിൽ ആരുടെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. എന്താണ് ശരിക്കും പ്രാർത്ഥനയെന്ന് പറയുന്നത്? തിരുവചനത്തിലേക്ക് വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10 മുതലുള്ള തിരുവചനം 9 തുടങ്ങി വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഉണ്ടോ? അപ്പം ഈശോ പറയുന്നത് എന്താ? എന്ത് ചോദിക്കാനാണ് പറയുന്നത്? നമ്മളെന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോഴും ചോദിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുക, നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? ഉണ്ടോ? അപ്പം മീൻ ചോദിച്ചാൽ നമ്മൾ പാമ്പിന് കൊടുക്കുമോ? ഇല്ല. എന്നിട്ട് പറയാണ്, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ. ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മക്കൾക്ക് നല്ലതേ കൊടുക്കാവൂ, ചീത്ത കൊടുക്കരുതെന്ന്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പറയാണ്, സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ചോദിക്കേണ്ടത് എന്താണ്? ഇന്ന് ഇവിടെയാണ് നമുക്ക് വെളിച്ചം കിട്ടേണ്ടത്. എന്താണ് ചോദിക്കേണ്ടത്? ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പം നമ്മൾ ചോദിക്കും, എന്താണ് നമുക്ക് നമ്മുടെ ബാങ്കിലെ കടങ്ങൾ, അല്ലെ സാമ്പത്തിക തകർച്ചകൾ, അല്ലെ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെ ജോലി കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ആത്മാവ് നിങ്ങളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഉണ്ടോ? നിൻ്റെ ഭാരം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ആത്മാവിനാൽ നയിക്കപ്പെടണം. നമ്മൾ നിറയെ മാത്രമല്ല, നയിക്കപ്പെടണം. ഉണ്ടോ? അപ്പം ചോദിക്കേണ്ടത് എന്താണ്? ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. നമ്മളെപ്പോഴും ഈ പ്രാർത്ഥനയിലും എല്ലാം ചോദിക്കാൻ പറയുന്നത് എന്താ? നമ്മളും ചോദിക്കുന്നത് എന്താ? സത്യത്തിൽ നമ്മുടെ ആവശ്യങ്ങളാണ്. ആവശ്യങ്ങൾ ചോദിക്കേണ്ടതെന്നല്ല അതിനർത്ഥം. ആത്മാവ് വന്നു കഴിയുമ്പോഴോ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഉണ്ടോ? ഏത് കാര്യങ്ങളിലും സഹായിക്കും. ഇവിടെയാണ് വെളിച്ചം കിട്ടുന്നത്. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ നാം ഓർക്കണം. നമുക്ക് പ്രാർത്ഥനയിൽ ഇന്ന് വിരസതയാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ശരിക്കും എന്താണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്? പ്രാർത്ഥനയെന്ന് പറയുന്നത് എൻ്റെ പരിപാടിയല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കണം. ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. ഇത് മനസ്സിലാകണമെങ്കിൽ നാം ആദ്യം തിരിച്ചറിയണം, ദൈവം എന്താണ് മനുഷ്യനെ സൃഷ്ടിച്ചൊരു പറുദീസായിലാക്കി എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ?
ദൈവവുമായിട്ട് ഹൃദയബന്ധത്തിലാക്കി, അല്ലേ? എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ദൈവം ആധിപത്യവും മനുഷ്യന് കൊടുത്തു എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളായതുകൊണ്ടാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യം ഇത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തിരിച്ചറിയണം, നമുക്ക് തിന്മ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്, നന്മ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് തിന്മ തിരഞ്ഞെടുക്കാം. ഒരിക്കലും ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തില്ല. നമ്മൾ അനുവദിക്കണം. നമ്മൾ അനുവദിക്കാതെ ഒരിക്കലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. നമ്മൾ അനുവദിക്കണം. അതുകൊണ്ടാണ് വെളിപാട് 3:20, ഇതാ ഞാൻ വാതിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ വരും. എന്നിട്ട് പറയാം, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും. ഉണ്ടോ? അതാ പറയുന്നത്, ഇതാ ഞാൻ വാതിൽ വന്ന് മുട്ടുന്നു. അപ്പോൾ ഓർക്കണം, തുറന്നു കൊടുക്കേണ്ടത് നീയാണ്. ഒരിക്കലും ദൈവം ഇടിച്ച് കയറില്ല. അതിന് കാരണം എന്താ? ഒന്ന്, ദൈവം നമുക്ക് നമ്മൾ മക്കളാണ്. അപ്പം മക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഉണ്ടോ? അപ്പം നിൻ്റെ ജീവിതത്തിൽ നീ അനുവദിക്കാതെ ഒരിക്കലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അനേകർ എന്നോട് പറയാറുണ്ട്, ബ്രദറെ, മകന് വേണ്ടി പ്രാർത്ഥിക്കണം, ബ്രദർ ഒന്ന് വന്ന് കാണണം, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവനൊന്ന് കാണണം, ബ്രദർ പ്രാർത്ഥിച്ചാൽ അവൻ മാറും. അപ്പം ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു ധ്യാനത്തിനൊന്ന് കൊണ്ടുവരാമോ, അല്ല ധ്യാനത്തിനൊന്ന് പറഞ്ഞുകൂടാ? ധ്യാനമൊന്നും അവൻ കൂടിയല്ല, അവന് പ്രാർത്ഥനയെ ഇഷ്ടമല്ല. ഉണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഇവനെ ഇങ്ങനെ, ഇവിടെയാണ് നമുക്ക് വെളിച്ചം കഴിഞ്ഞത്. നീ അനുവദിക്കാതെ ഒരിക്കലും ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. ഉണ്ടോ? നീ സമ്മതിക്കണം. ഇത് ആദ്യം തിരിച്ചറിയണം. എന്താ കാരണം? ഒന്ന്, ദൈവം നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. 2, ദൈവത്തിൻ്റെ മകനാണ്. ഒരിക്കലും ദൈവം നിന്നെ അടിമയായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നീ അടിമയല്ലെന്നേ. ഇവിടെ തിരിച്ചറിയേണ്ടത്. അപ്പോൾ എന്നെ കേൾക്കുന്നതിൻ്റെ, അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏശയ്യായുടെ പുസ്തകത്തിൽ, ഏശയ്യ അതിൻ്റെ 30:20, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാൽ നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല, നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾക്ക് പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലെ പോവുക. എവിടുന്നാണ് സ്വരം? പിന്നിൽ നിന്നാണ്. കാതുകൾക്ക് പിന്നിൽ നിന്നാണ്. ഉണ്ടോ? അപ്പം ദൈവം നിന്നെ നയിക്കുന്ന പിന്നിൽ നിന്നാണ്. നീയാണ് പോകേണ്ടത്, നീയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇവിടെയാണ് പഠിച്ചത്. അപ്പം നിൻ്റെ സ്വാതന്ത്ര്യത്തോടെ നീ സമ്മതിക്കുമ്പോൾ നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതാണ് പ്രാർത്ഥന. എൻ്റെ പണിയല്ല പ്രാർത്ഥന. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 26 മുതൽ 8-26, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ഉണ്ടോ? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെന്നെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഉണ്ടോ? ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഹിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെന്ന് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന. ഉണ്ടോ? അപ്പോൾ ആരുടെ പണിയാണ് പ്രാർത്ഥന? പരിശുദ്ധാത്മാവിൻ്റെ പണിയാണ്. എൻ്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. അതിന് നീ അനുവദിക്കണം, നീ നിന്ന് കൊടുക്കണം, നീ സമ്മതിക്കണം, ബോധപൂർവ്വം നീ സമ്മതിക്കണം. ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. അല്ലാതെ ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ്, അതാണ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആര് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, ദൈവഹിതം അനുസരിച്ച് നമ്മൾ എത്ര മണിക്കൂർ ഇരുന്ന് ആരാധിച്ചാലും നമുക്ക് മതിയാകത്തില്ല. കാരണം എൻ്റെ പണിയല്ല പ്രാർത്ഥന. എൻ്റെ ഉള്ളിലിരുന്ന് ആര് പ്രാർത്ഥിക്കുന്നു? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് നാം ആദ്യം കേട്ടില്ലേ, മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിന് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ തന്നോട് ചോദിക്കുന്നത് എത്ര അധികമായി പരിശുദ്ധാത്മാവ്. അപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആത്മാവ് നിറയുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അപ്പോൾ തിരിച്ചറിയണം, ദൈവം നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം ഓർത്തോണം, നീ അനുവദിക്കാതെ സാത്താനും നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. നമ്മൾ പറയും പിശാചിൻ്റെ ബന്ധനമാണ് ബ്രദറെ, പിശാച് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്, എന്തെല്ലാം പരിപാടികളാണെന്ന് അറിയപ്പെടും. ചിലങ്ങനെ ഭയപ്പെടുത്തും മനുഷ്യരെ. അവിടെ ബന്ധനം, ഇവിടെ. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ,
സാത്താൻ നീ അനുവദിക്കാതെ നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. സാത്താൻ ഇടപെടാൻ പറ്റത്തില്ല. തിരിച്ച് നീ അനുവദിക്കണം. അനുവദിച്ചാൽ അവൻ ഇടപെടും. ഉണ്ടോ? ഇതുപോലെ തന്നെ ദൈവത്തിനും നീ അനുവദിക്കാതെ ഇടപെടാൻ പറ്റത്തില്ല. ഈ ഒരു സത്യം തിരിച്ചറിയണം നീ. അല്ലാതെ നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തെയും ഭയപ്പെടേണ്ട. ഈ മനുഷ്യന് ദൈവത്തെ പേടിയാണ്. ഈ അപ്പനെ എന്തിനാണ് നിങ്ങൾ അതിലേക്ക് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അത് ഈ പരിശുദ്ധാത്മാവില്ല പ്രിയപ്പെട്ടവരെ. ദൈവം ശിക്ഷിക്കും. എന്തെല്ലാം തരത്തിലാണെന്നറിയാം ദൈവത്തെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാടുകൾ കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ആത്മാവ് വന്നു കഴിയും. ആത്മാവാണ് സ്നേഹം തരുന്നത്, സമാധാനം തരുന്നത്, ആനന്ദം തരുന്നത്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പുണ്യങ്ങളാണ്. അപ്പം നമ്മളൊരു കാര്യം ഓർക്കണം, ആത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൽ ഈ ദൈവസ്നേഹം നിറയും, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ മാറും. അപ്പം തിരിച്ചറിയുക, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ഒന്ന്, പ്രാർത്ഥിക്കണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. 2, തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം തിരിച്ചറിയണം, സ്നേഹിക്കണമെങ്കിലും പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റോമർ 5:5 അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യേകം നാം ഒരു കാര്യം ഓർക്കണം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകണം. അപ്പോൾ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക. ചിലർ പറയല്ലേ, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളും പറയും കുടുംബജീവിതത്തിലൊക്കെ മക്കളെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം. പറ്റത്തില്ല. കാരണം നമ്മൾ ഓർക്കേണ്ടത് ഈ സ്നേഹം, ഇഷ്ടവും സ്നേഹവും ഒക്കെ രണ്ടും രണ്ടാണ്. ഇഷ്ടമെന്ന് പറയുന്നൊരു വികാരമാണ്, അത് മനസ്സ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പ്രേമമെന്ന് പറയുന്നത് എൻ്റെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പ്രേമമെന്ന് പറയുന്നത് എൻ്റെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. സ്നേഹമെന്ന് പറയുന്നത് നമുക്കുണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്കുണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയല്ല സ്നേഹം. നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. ആര് തരണം? പരിശുദ്ധാത്മാവിലൂടെ ദൈവം തരണം. ഉണ്ടോ? നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ സ്നേഹം നിറയണം. അതുകൊണ്ടാണ് പറയുന്നത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവത്തിൻ്റെ സ്നേഹം നിറയാത്തതുകൊണ്ട് നമുക്ക് എന്തില്ല? നമുക്ക് പ്രത്യാശയില്ല. നമ്മൾ അനേകരിന്ന് നിരാശയിലാണ് പ്രിയപ്പെട്ടവരെ, നിരാശയിലാണ്. ദൈവസ്നേഹം നിറയുമ്പോഴെന്താ പ്രത്യേകം അറിയോ? നമ്മളെ കാണുന്നവർക്ക് പോലും പ്രത്യാശ ഉണ്ടാവും. ഒറ്റ ചോദ്യമുള്ളൂ, ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ട് എത്ര പേർക്ക് നമ്മളെ കണ്ടുമുട്ടിയിട്ടൊരു പ്രത്യാശ കിട്ടിയിട്ടുണ്ട്, ഒരു പ്രതീക്ഷ കിട്ടിയിട്ടുണ്ട്? ഇല്ല. എന്താ കാരണം? ദൈവസ്നേഹത്തിൻ്റെ നിറവില്ല പ്രിയപ്പെട്ടവരെ. ശരിക്കും പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെ കണ്ടുമുട്ടുന്നു അവർക്കൊക്കെ ഒരു പ്രത്യാശ ഉണ്ടാവും, ഒരു പ്രതീക്ഷ ഉണ്ടാവും. എന്തോ ഇന്ന് നിരാശയോടെയാണ് മനുഷ്യൻ നടക്കുന്നത്, ദുഃഖത്തോടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിയണം, ദൈവസ്നേഹം നിറയുമ്പോൾ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഉണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവസ്നേഹം കിട്ടത്തുള്ളൂ. എങ്കിലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈശോ പറഞ്ഞു എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ അധ്യായം അതിൻ്റെ 34-ാമത്തെ തിരുവചനം: ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഉണ്ടോ? അപ്പം നമ്മളൊരു കാര്യം ഓർക്കണം, ആദ്യം ദൈവം നമുക്ക് തന്നത് 10 കൽപ്പനയാണ്, തോറ എന്ന് പറയും. ആ 10 കൽപ്പനയെ ഈശോ എന്ത് ചെയ്തു? രണ്ടായിട്ട് ചുരുക്കി. ഏതാണ്? ഒന്ന്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുക. 2, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ. അവസാനം ഈശോ ഈ ലോകം വിട്ടു പോകുമ്പോൾ, അതാണ് ഇവിടെ പറയുന്നത് പുതിയ പ്രമാണം.
ഉണ്ടോ? പുതിയ പ്രമാണം. ആ 2 ഒരെണ്ണമായിട്ട് ചുരുക്കി. ഏതാണ്? ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹിക്കാനല്ല ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ്. ഒരു വ്യവസ്ഥകളും ഇല്ലാതെയാണ്. ഒരു വ്യവസ്ഥകളും ഇല്ല പ്രിയപ്പെട്ടവരെ, ഒരു വ്യവസ്ഥകളുമില്ല. നമ്മുടെയൊക്കെ സ്നേഹത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാനും ഓർത്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ സ്നേഹത്തിന് ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ഭാര്യയോടുള്ള സ്നേഹത്തിന്, അമ്മയോടുള്ള സ്നേഹത്തിന്, മക്കളോടുള്ള സ്നേഹത്തിനൊക്കെ വ്യവസ്ഥകളുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞൊരു സംഭവമാണ്. ഞാൻ ഹെൽപ്പ് ചെയ്ത് സഹായിച്ച ഒരാൾ സ്നേഹിക്കാതെ, അല്ലെങ്കിൽ എന്നോട് നല്ല വാക്ക് പോലും പറയാതെ വന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് കഴിയുമ്പോൾ ഇനി ഞാൻ ആരെയും അങ്ങനെ സഹായിക്കില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ സ്നേഹത്തിനും വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അത് സ്നേഹമല്ലത്, അത് സ്നേഹമല്ലത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. കണ്ടോ, ഈശോയുടെ സ്നേഹത്തിന് പ്രത്യേകം ഒരു വ്യവസ്ഥകളുമില്ല, ഒരു വ്യവസ്ഥകളുമില്ല. അതുകൊണ്ടാണ് 12 ശിഷ്യന്മാരെ നിങ്ങൾ എടുത്തു നോക്കിക്കേ. 12 ടൈപ്പാണ്, 12 ടൈപ്പാണ്. അതിൽ നമ്മളെപ്പോഴും ഓർക്കും, ഇവരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു, തങ്ങളിൽ ആരാണ് വലിയവൻ, അല്ലേ? അതിന് ഈശോ ഉത്തരം കൊടുത്തത് എവിടെയാണ്? ഈശോ ഉത്തരം കൊടുത്തത് വിശുദ്ധ കുർബാന പെസഹ ആചരിക്കുന്ന സമയത്ത്. നമുക്കറിയാം അല്ലേ, വിശുദ്ധ കുർബാനയൊക്കെ സ്ഥാപിക്കുക. ആ സമയത്താണ് ഈശോ അതിന് ഉത്തരം കൊടുത്തത്. എങ്ങനെയാണ്? നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യോഹന്നാനെയാണ് ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. സത്യത്തിൽ ഈ യഹൂദരുടെ ഈ പെസഹ എന്ന് പറയുന്നത് വിരുന്നാണ്, വിശുദ്ധ കുർബാന വിരുന്നാണ്. അവർ വിരുന്ന് നടത്തുമ്പോൾ വിരുന്നുകാർ വരുമ്പോൾ അടിമകൾ കാലുകൾ കഴുകും, അടിമകൾ. അപ്പോൾ ഈ കാല് കഴുകുമ്പോൾ ആരാ കഴുകുന്നതെന്ന് അവർക്കറിയില്ല, പക്ഷേ അടിമകളാണ് കഴുകുന്നത്. കഴുകുമ്പോൾ കഴുകിയിട്ട് അത് ചുംബിക്കും, പാദം ചുംബിക്കും. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഓർക്കണം പെസഹ വിരുന്നാണ്. ഈശോ ഉണ്ടോ അവരുടെ പാദം. അതിനെന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവരെ ഏറ്റവും സ്നേഹിക്കുന്നവരാണ് അടുത്തിരുത്തുന്നത്. എന്നിട്ട് ഈ അപ്പം എടുത്ത് കൊടുക്കും. ആദ്യം അപ്പം കൊടുത്ത ആർക്കാണ്? ഈശോ യൂദാസിനാണ്. അപ്പോൾ ഈശോ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനാരാണ്? യൂദാസാണ്, യോഹന്നാനല്ല. യൂദാസാണ് ഈശോ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ. കാരണം എന്താണെന്നറിയോ? ഈശോയുടെ സ്നേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഒരു വ്യവസ്ഥകളുമില്ല. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ പിതാവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. ഇവിടെയാണ് വെളിച്ചം, ഇവിടെ തിരിച്ചറിവുണ്ടാകേണ്ടത്. അപ്പോൾ 1, പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേണം. 2, സ്നേഹിക്കണമെങ്കിലും പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ സ്നേഹം നിറയപ്പെടുന്നത്. ഉണ്ടോ? അങ്ങനെ നിറയപ്പെട്ട ഒരാൾക്കേ പ്രത്യാശയോടെ ഏതൊരു വ്യക്തിയെയും സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമ്മുടെയൊക്കെ സ്നേഹത്തിന് വ്യവസ്ഥകളുണ്ട് തീർച്ചയായിട്ടും. കുറവുള്ളൊരു മനുഷ്യനെ കണ്ടാൽ, കൂട്ടായ്മയെ തന്നെ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിൽ തന്നെ ഒരു കുറവുള്ള ഒരാളെ കണ്ടാൽ അപ്പം തന്നെ നമ്മൾ പറയും വിശുദ്ധിയില്ല, വിശുദ്ധിയില്ല. ഇന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അപകടകരം അതാണ് പ്രിയപ്പെട്ടവർ. എന്നിട്ട് അവനെ ഒഴിവാക്കുക, എന്നിട്ട് എപ്പോഴും പറയും കൃപയിൽ നിറഞ്ഞോണം, കൃപയിൽ നിറഞ്ഞോണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ യൂദാസിനെ ഈശോ ആദ്യം തന്നെ മാറ്റി നിർത്തത്തില്ലേ? മാറ്റി നിർത്തുമല്ലോ. അവൻ്റെ കയ്യിലല്ലേ പണസഞ്ചി കൊടുത്തിരുന്നത്. ഉണ്ടോ? എന്തുകൊണ്ടാണ് കർത്താവ് അവസാന നിമിഷം വരെ ഉണ്ടോ? എന്ന് വെച്ചാൽ സ്നേഹിക്കാവുന്നതിന് പരമാവധി കർത്താവ് സ്നേഹിച്ച്. അതിന് കാരണം എന്താണെന്നറിയൂ? ചേർത്ത് വന്ന ഒരാളെ പോലും മാറ്റി നിർത്താൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ പ്രത്യേകത എന്താ? നമ്മൾ കളയും വിളയും തിരിക്കുന്നു, എന്നിട്ട് നമ്മൾ വിശുദ്ധരാണ്, വിശുദ്ധിയിലാണ്. വലിയ അപകടമാണിത്, വലിയ അപകടമാണ്. ഉണ്ടോ? പണ്ടൊക്കെ എന്നെ സുനിൽ എന്നായിരുന്നു ആളുകൾ വിളിച്ചു, ഇന്ന് ബ്രദർ സുനിലായി. വലിയ അപകടമാണിത്. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ അവന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണെന്നറിയോ? എല്ലാവരെയും സ്നേഹിക്കാനുള്ള തിരിച്ചറിവ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈശോയെ കടന്നു ചെന്നത് ആരുടെ അടുക്കലേക്കാണ്? ആ സമരിയാക്കാരി സ്ത്രീയെ ഉണ്ടോ? ശ്രദ്ധിച്ചു നോക്കിക്കോ. ഓരോ വ്യക്തികളും നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഈശോ ആരെയും വിധിക്കുന്നില്ല. കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കുക. കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ ഈശോ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവർ, ചെയ്യാത്തവർ എന്നല്ല, ഇല്ലാത്തവർ ആദ്യം എറിയട്ടെ. ആരും എറിഞ്ഞില്ല. അതിലേറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ?
ഈശോ പറഞ്ഞിട്ട് ശരിക്കും തല കുനിച്ച്, എന്നിട്ട് വിരലുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന പറയുന്ന നിലത്ത്. എന്തിനാ വിരലുകൊണ്ട് എഴുതി? ചെല്ലു പറയും അവരുടെ പാപങ്ങളാണ് എഴുതി. ഒരിക്കലുമല്ല. ഈശോ എന്തിനാണെന്നറിയോ തല കുനിച്ചത്? അതായത് ഈ കല്ലെറിയാൻ കൊണ്ടുവന്നവരെല്ലാം പാപികളാണ്. യേശു അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ അവരുടെ തല കുനിയും, അവരുടെ തല കുനിയും. ഉണ്ടോ? അപ്പോൾ ഈശോ തല കുനിച്ചത് എന്തിനാണ്? അവരുടെ തല കുനിയാതിരിക്കാനാണ്. അത്രമാത്രം കർത്താവ് ഓരോ മക്കളെയും മാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ഓർത്ത് നോക്കിക്കേ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കുറേ പേര് വിശുദ്ധർ, കുറേ പേര് എന്തൊരു അപകടമാണെന്നറിയൂ ഇത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയുക, ഈശോ സ്നേഹിച്ചതുപോലെ അൺകണ്ടീഷണൽ ഒരു വ്യവസ്ഥകളും ഉണ്ടാകരുത്. നമുക്ക് പറ്റുമോ? പറ്റണം. അതിനാണ് പരിശുദ്ധാത്മാവ് സഹായിക്കും എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോഴെന്താ പറ്റുന്നറിയോ? പിന്നെ നമുക്ക് പ്രത്യാശയാണ്. തകർന്ന മനുഷ്യനെ കാണുമ്പോഴും നമുക്ക് അവന് പ്രത്യാശയോടെ അവനെ നോക്കാൻ പറ്റും, പ്രതീക്ഷ കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് അവന് പ്രത്യാശ കൊടുക്കും, കൃപ കൊടുക്കും, ശക്തിപ്പെടും. അതുകൊണ്ടാണ് യോഹന്നാനും പത്രോസും ഒക്കെ പറയുന്നത്, യാക്കോബൊക്കെ പറയുന്നത്, ഞങ്ങളുടെ ഈ പൊന്നോ വെള്ളിയോ ഇല്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്. ആരാണ്? ഈശോയുണ്ട്. ഞങ്ങളുടെ ഉള്ളിൽ ഈശോയുണ്ട്, ഈശോയുടെ സ്നേഹമുണ്ട്. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട, ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ഈ പ്രത്യാശ ഉണ്ടെങ്കിലേ തകർന്ന ഒരു മനുഷ്യനെ കർത്താവിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പറ്റത്തില്ല പ്രിയപ്പെട്ടു, അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിലൂടെ ദൈവം ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം, ദൈവമേ, ഈ ദൈവസ്നേഹം എനിക്ക് പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ഉള്ളിൽ നിറയട്ടെ. എപ്പോഴും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം നമ്മൾ ദാഹിക്കണം, ആഗ്രഹിക്കണം ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. അതാണ് പുതിയ പ്രമാണം എന്ന് പറയുന്നത്. മനുഷ്യൻ ഇപ്പോഴും നിൽക്കുന്ന ഈ തോറയിലാണ്, ഈ 10 കൽപ്പനയാണ് ഇപ്പോഴും. ഇത് പറയണമെന്നല്ല, കൃപയിലേക്ക് വരാനുള്ള ചാലാണ് 10 കൽപ്പന. പക്ഷേ ഇപ്പോഴും ധ്യാനത്തിൽ എന്നും ഈ പ്രസംഗിക്കുന്നത് ഇത് തന്നെയാണ്. ഈ തോറ. പ്രിയപ്പെട്ടവർ, യേശുവിൽ എത്തിയില്ല. അതല്ല സുവിശേഷം. നമ്മൾ തിരിച്ചറിയണം. സുവിശേഷം എന്താ? ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ.